വീണ്ടും പാലിയക്കര ടോൾ പ്ലാസയിൽ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. റോഡ് മോശമായിരിക്കെ അതുവഴിയുള്ള ഗതാഗതം ഭയങ്കരമായി സങ്കീർണമായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രയാസമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് ടോൾ പിരിവ് അനുവദിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാലിയക്കര ടോൾ പ്ലാസയിൽ ലഡ്ഡു വിതരണം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഈ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ഹർജിക്കാരൊക്കെ അവരുടെ സന്തോഷം പങ്കിടുകയാണ്. ഞാൻ നടരാജിലേക്ക് വീണ്ടും. നടരാജ്, ഈ റോഡിൻ്റെ അവസ്ഥ ഓക്കെ, ക്ഷമിക്കണം, ഞാൻ എം കെ ഷുക്കൂറിലേക്ക്. ഷുക്കൂർ, ഈ ഹൈക്കോടതിയുടെ മുമ്പാകെ ഈ കേസ് വന്ന ഘട്ടത്തിൽ കമ്പനിയുടെ വാദം എന്താണ്? ഈ ടോൾ പിരിവ് തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തൊക്കെ സംഗതികളാണ് കോടതിയുടെ മുമ്പിൽ വെച്ചത്? നിഷാദ്, 2 ആഴ്ചക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ആയിരുന്നു എല്ലാ ഘട്ടത്തിലും കമ്പനിയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ വിധിയിൽ ഹൈക്കോടതി പറയുന്നത് 2 ആഴ്ചക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ഇപ്പോഴും പറയുന്നു. എത്ര നാൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. 3 ആഴ്ചക്കകം പ്രശ്നം പരിഹരിക്കുമെന്നും ബദൽ സംവിധാനം എന്ന സർവീസ് റോഡ് ഒരുക്കിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നല്ലാതെ അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൗരന്മാരാണ് ബാധ്യത ഏൽക്കേണ്ടി വരുന്നതെന്നും വിമർശിച്ചു. ഹർജികൾ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി ഇറക്കിയിരിക്കുന്നത്. ശരി, ഹൈക്കോടതി ഈ കേസിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഈ സമയപരിധി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കമ്പനിയോട് പറഞ്ഞിരിക്കുന്നു. 2 ആഴ്ച കൂടി സമയം, 3 ആഴ്ച കൂടി സമയമെന്ന് പലപ്പോഴായി പറഞ്ഞ് നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിഹരിച്ചതിന് ശേഷം ഇനി ഒരു ടോൾ പിരിവ് മതി എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പാലിയക്കരയിലെ ടോൾ പിരിവ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഇത് പ്രാബല്യത്തിൽ വന്നോ? എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എപ്പോഴാണ്, അല്ലെങ്കിൽ കോടതി വിധി അവരുടെ കയ്യിൽ കിട്ടാൻ അവർക്ക് കാത്തിരിക്കാം? എന്താണ് സ്ഥിതി ഇപ്പോൾ? ഷുക്കൂർ. നിഷാദ്, ഈ ഇടക്കാല ഉത്തരവ് അല്പം മുമ്പാണ് ഹൈക്കോടതി ഇറക്കിയത്. അത് തുറന്ന കോടതി അറിയിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ആ ഉത്തരവ് ഇറങ്ങും. ആ ഉത്തരവ് കയ്യിൽ കിട്ടുന്നത് വരെ സ്വാഭാവികമായ മാർക്ക് സാങ്കേതികമായി ഈ ടോൾ പിരിവ് തുടരാം. ഉത്തരവ് കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് ഈ ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഉത്തരവിന് ധാർമ്മികമായി ഈ ഉത്തരവിന് വിരുദ്ധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ടോൾ പിരിവ്. ശരി, എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. നടരാജ് പരശുറാം കൂടി എന്നോടൊപ്പം ചേരുന്നു അവിടെ നിന്ന്. നടരാജ്, എന്താണ് അവിടുത്തെ റോഡുകളുടെ സ്ഥിതി എന്നാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. 1, 2, ഇപ്പോൾ ഈ അറിയിപ്പ് അവിടെ കിട്ടിയിട്ടുണ്ടോ? ടോൾ പിരിവ് ഒഴിവാക്കിയോ അതോ ഇനി ഇപ്പോഴോ തുടരുകയാണോ? നിഷാദ്, ഇപ്പോഴും ഇവിടെ ടോൾ പിരിവ് തുടരുകയാണ്. കോടതിയുടെ ഉത്തരവ് ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോൾ പിരിവ് അധികൃതർ നിർത്തലാക്കിയിട്ടില്ല. ഈ ഭാഗത്ത് ടോൾ പിരിവ് ഇപ്പോഴും തുടരുന്നുണ്ട്. റോഡുകളുടെ സ്ഥിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഭാഗത്ത് ഇത്തരത്തിൽ വലിയ കുഴികൾ പല ഭാഗത്തും റോഡിലുണ്ട്. പല ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ, അതായത് ആമ്പല്ലൂരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാലക്കുടിക്ക് മുമ്പുള്ള സ്ഥലം മുരിങ്ങൂർ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പലവിധ അപകടങ്ങളും കഴിഞ്ഞ കുറെ കാലമായി ഈ ഭാഗത്ത് നടന്നിട്ടുള്ളതുമാണ്. അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരു 3, 4, 5 അപകടം നമുക്ക് തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു അപകടത്തിൽ ഇത്തരത്തിൽ അവിടെ വെള്ളം കെട്ടിനിന്ന് ഇവർ നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ കുഴിയിൽ വെള്ളം കെട്ടിനിന്ന് അവിടെ വണ്ടി നില തെറ്റി മറിഞ്ഞു വീണ് ഒരു കാർ മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സ്ഥിരം തുടർക്കഥയായൊരു സ്ട്രെച്ച് കൂടിയാണ് ഇവിടെ. ഇത്തരത്തിൽ റോഡിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഏതാണ്ട് ഈ റൂട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ തന്നെ റോഡിൽ കുടുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥിതിക്ക് മാറ്റമില്ലാതിരിക്കുമ്പോഴും നിർബാധം ടോൾ പിരിവ് തുടരുകയായിരുന്നു എന്ന് വേണം പറയാൻ. അതിനാണ് ഹൈക്കോടതി കൃത്യമായൊരു വെട്ട് ഇന്ന് നൽകിയിരിക്കുന്നത്. അതായത് നല്ല റോഡ് നൽകാൻ കഴിയില്ലെങ്കിൽ അതിന് പണം പിരിക്കാനും ഇവർക്ക് സാധ്യമല്ല, പണം പിരിക്കുന്നതും ശരിയല്ല എന്നുള്ള കൃത്യമായ നിരീക്ഷണം കോടതി വെച്ചിരിക്കുന്നു. നേരത്തെയും റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ഹൈക്കോടതി പലതവണ ഇത്തരത്തിൽ വാർണിംഗ് നൽകിയിരുന്നതാണ്, ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. ഒടുവിൽ ഇത്തരത്തിൽ ഹർജിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പരാതിക്കാരൻ പറഞ്ഞതുപോലെ ടോൾ നിരന്തരമായി പിരിക്കുന്നത് നിർത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും 4 മാസത്തേക്ക് ഇത്തരത്തിൽ ടോൾ പിരിവ് അവസാനിപ്പിക്കുമ്പോൾ കോടതി കൃത്യമായി ഇക്കാര്യം മനസ്സിലാക്കുന്നു. റോഡ് നന്നാക്കിയിട്ട് മതി പണം പിരിവ് എന്ന ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് കോടതി സ്വീകരിക്കും. ശരി, പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി റോഡ് നന്നാക്കാൻ പറയുന്നു കമ്പനി.